ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ പായസമാണ് സേമിയ പായസം. നല്ല ടേസ്റ്റുമാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 5 കവർ പാലാണ്. 5 കവർ 1/2 ലിറ്ററിൻ്റെ 5 കവർ പാല് തിളപ്പിക്കാൻ വെക്കാം. ഒരു പാന് അപ്പുറത്ത് ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചിട്ട് 2 സ്പൂൺ നെയ്യ്, ചെറിയ സ്പൂണിൽ 2 സ്പൂൺ നെയ്യ്, പിന്നെ സേമിയ ഞാൻ രാത്രി പൊട്ടിച്ച് വെച്ചതായിരുന്നു. വലിയ നീണ്ട സേമിയം ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് പൊട്ടിച്ചതും കിട്ടും, പക്ഷെ ഞാനിങ്ങനെ വലിയ നീണ്ടതാണ് വാങ്ങാറ്. എന്നിട്ട് ഇങ്ങനെ ഒരേ ഷേപ്പാക്കിയിട്ട് പൊട്ടിക്കാറാണ്. എന്നിട്ട് അതും നല്ലവണ്ണം വറുത്തെടുക്കുക. കളർ മാറണ വരെ വറുക്കുക. കരിക്കാതെ വറുക്കണം. ചെറിയ ചൂടിൽ ഇങ്ങനെ വറുത്തുകൊണ്ടേയിരിക്കണം. അത്യാവശ്യം നല്ല വറുത്ത് വന്നു കഴിഞ്ഞാൽ അത് ഓഫാക്കി വെക്കുക. ഓഫാക്കി വെച്ചിട്ട് ഈ പാല് ഒരു ഉരുളി എടുത്ത് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് പാല് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തിളക്കേണ്ട ആവശ്യമില്ല. തിളച്ചാലും കുഴപ്പമില്ല, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സേമിയം കൂടെ അതിലേക്ക് ഇടുക. അങ്ങോട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ സേമിയ വറുത്ത പാൻ തന്നെ എടുത്തിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട്, ഞങ്ങളിവിടെ സാബുനരി എന്ന് പറയും, നിങ്ങളവിടെ എന്താ പറയുകയെന്നറിയില്ല. ചില ആൾക്കാർ ചൊവ്വരി എന്നൊക്കെ പറയും, ഞങ്ങൾ സാബുനരി എന്നാണ് പറയുക. ഈ സാബുനരി ഒന്ന് വറുക്കുക. വറുത്തിട്ട് ചെറുതായിട്ട് കളർ മാറുമ്പോൾ ഓഫാക്കുക. അപ്പോഴേക്കും നമുക്ക് പാല് തിളച്ച് വന്നിട്ടുണ്ടാവും. സേമിയ ഇട്ടത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ 1 തരി ഉപ്പ്, പിന്നെ ഏലക്കായ് പൊടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിട്ട് ചെറിയതായിട്ട് കുത്തിയിട്ട് അത് ആ തോലോടുക്കെയാണ് ഞാൻ ഇടാറ്. എന്നിട്ട് ഈ സാബുനരി അതുകൂടെ ഉരുളയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിങ്ങനെ തള വന്നിട്ടുണ്ടാവും. തിളക്കുമ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കാരണം തിളച്ചോട്ടെ. നമ്മൾ എത്ര ഇളക്കണുണ്ടോ അത്രയും നമ്മളെ പായസം ടേസ്റ്റ് ഉണ്ടാവുക ചെയ്യുക. അങ്ങോട്ട് തിളച്ച് വെന്ത് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് മിൽക്ക് മെയ്ഡ്, ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡ് അത് മൊത്തം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കാരണം പഞ്ചസാര ഞാൻ കുറച്ചിട്ട്. പിന്നെ അണ്ടി മുന്തിരി നെയ്യിൽ വറുത്ത് അതും ഇടുക. എന്നിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി പിന്നെ ജാസ്തി കുറുകാൻ വെക്കണ്ട, കാരണം ഇച്ചിരി വെള്ളത്തോടെ നിന്നോട്ടെ. തണുക്കണ സമയത്ത് നല്ല കുറുകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാകത്തെ ഒരു ഇതാവുമ്പോൾ ഓഫാക്കുക. നല്ല ടേസ്റ്റിയായ സേമിയ പായസം തയ്യാർ.